എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂൺ 30 വരെ നൽകാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, സ്പോട്ട് അഡ്മിഷനല്ലോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ ജൂൺ 30 വരെ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിലവിൽ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് നൽകുന്ന ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ, അതായത് വീണ്ടും ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് വീണ്ടും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരം നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എന്നിവയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് പുതുതായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം നൽകാറില്ല. വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യണം. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം ലഭ്യമാവുന്നത് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്പോട്ട് അഡ്മിഷനിലോ അതല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലോ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ നിങ്ങൾ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വേക്കൻസി ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ ജില്ലകളിലാണോ ഇഷ്ടപ്പെട്ട എല്ലാ ജില്ലയിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതും അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ ചില സ്കൂളുകൾക്ക് ചില കോഴ്സുകൾക്ക് 0 വേക്കൻസി കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 0 വേക്കൻസി ഉണ്ട് എങ്കിൽ കൂടി അവിടെ നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ചില സ്കൂളുകളിൽ ചില കോഴ്സുകൾക്കൊക്കെ 0 വേക്കൻസി ആണുള്ളത്. അതായത് ആ ഒരു സീറ്റ് ഏകദേശം ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതായത് ഇതുവരെ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ജില്ലയിലേക്ക് വേക്കൻസി നോക്കാതെ തന്നെ, അതായത് 0 വേക്കൻസി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അപേക്ഷിക്കാൻ 0 വേക്കൻസിയിൽ അപേക്ഷിച്ചതുകൊണ്ട് എന്താണ് ഗുണം എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ 0 വേക്കൻസി മാത്രം കൊടുക്കണം എന്നല്ല പറയുന്നത്, അതോടൊപ്പം തന്നെ ഇതുപോലെ വേക്കൻസിയുള്ള ഓപ്ഷനുകൾ കൂടി നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വേക്കൻസിയുള്ള ഓപ്ഷനുകൾ കൂടി നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സർക്കുലറിൽ പറയുന്നുണ്ട്, അതായത് വിദ്യാർത്ഥികൾക്ക് 0 വേക്കൻസി ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അതായത് ജസ്റ്റ് പറഞ്ഞു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി കണക്കിലെടുക്കാതെ, അതായത് 0 വേക്കൻസി ആണ് കാണുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകളിൽ ആവശ്യമുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പ്രവേശനം കഴിഞ്ഞിട്ടുള്ള ഒഴിവുകളിലേക്കായിരിക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിലേക്കുള്ള അപേക്ഷകരെ പരിഗണിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ജസ്റ്റ് അതുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 2025 ജൂൺ 26 മുതൽ അപേക്ഷിക്കാവുന്നതാണ്. മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാതിരുന്നവർക്കും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാം. തെറ്റായിട്ടുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്ക്, അതായത് അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ കിട്ടാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിനായിട്ട് നിങ്ങളുടെ അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിൽ NSQF അധിഷ്ഠിതമായിട്ടുള്ള 43 കോഴ്സുകളിലേക്കാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രവേശനം നടക്കുന്നത്. അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC മാർക്ക് ലിസ്റ്റിലെ എല്ലാ കാറ്റഗറികളും അപേക്ഷയിലേക്ക് അതുപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണം
ഉദാഹരണത്തിന് ഈഴവ, മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലത്തിൻ കത്തോലിക്ക, ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നീ SSLCയിൽ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിവ SSLCയിൽ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവ ഓരോന്നും പ്രത്യേക കാറ്റഗറികളായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ഓരോ ജാതിയുടെയും കാറ്റഗറി മനസ്സിലാക്കുന്നതിന് പ്രോസ്പെക്ടസിൻ്റെ അനുബന്ധം 3 നോക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് https://admission.vhsc.portal.kerala.gov.in എന്നുള്ള അഡ്മിഷൻ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ പൂർത്തിയാക്കാവുന്നതാണ്. അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച കുട്ടികൾ അപേക്ഷ പുതുക്കുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിനിലെ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെ, അത് ലോഗിൻ ചെയ്തതിന് കാണുന്ന ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായിട്ട് സമർപ്പിക്കണം. അപേക്ഷകളുടെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ടതുമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പ്രവേശനം കഴിഞ്ഞിട്ടുള്ള ഒഴിവുകളിലേക്കായിരിക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിലെ അപേക്ഷകരെ പരിഗണിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി കണക്കിലെടുക്കാതെ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കൂളുകളിലെ ആവശ്യമുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്കും മറ്റ് നിർദ്ദേശങ്ങൾക്കും അഡ്മിഷൻ വെബ്സൈറ്റായിട്ടുള്ള https://admissionvhscportal.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് വേക്കൻസി 0 ആണെങ്കിലും നിങ്ങൾ അപേക്ഷിക്കണം. കാരണം എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി, അതായത് ഇപ്പോൾ ഈ ഒരു VHSCയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കാം, അത് സപ്ലിമെൻ്ററിയുടെ ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും, പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ പിന്നീടും ഇതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇവിടെ സ്പോട്ട് അഡ്മിഷൻ എന്നല്ല VHSCയിൽ പറയുക, വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻറ്റ് സീറ്റ് അഡ്മിഷനായിട്ട് നിങ്ങളെ അതിനായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്യുക. അതായത് VHSC സ്കൂളിൽ നിന്ന് വിളിക്കും. നിങ്ങൾ ഇവിടെ വേക്കൻസി ഉണ്ട്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അപ്പോൾ നിങ്ങളിവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് ഇന്ന കോഴ്സിനാണ് അഡ്മിഷൻ, അതിനായിട്ട് വരണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ വിളിക്കുകയാണ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾ, കോഴ്സുകൾ ഏതുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ കൂടി, നിങ്ങൾക്ക് അത് 0 ഓപ്ഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആപ്ലിക്കേഷൻ, അത് സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല, സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് വീണ്ടും സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിന് കൊടുക്കുന്ന അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് സ്പോട്ട് അഡ്മിഷനും VHSCയിൽ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന ഏതൊരു കോഴ്സായിക്കോട്ടെ, അത് 0 വേക്കൻസി ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.